ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പാത്തുസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. ഇന്നിപ്പോൾ ഭയങ്കര ബിസിയുള്ള ദിവസമാണ്. ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണിയും പെട്ടെന്ന് തീർക്കണം. അപ്പം ഞാനാണ് ഇന്ന് രാവിലെ നാസ്ത ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. മുട്ടയപ്പം നെയ്യപ്പം എന്നെല്ലാം പറയും. അപ്പം എനിക്കത് റെഡിയായിട്ട് കിട്ടലൊന്നുമില്ല നേരം. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ, എങ്ങനെ ശരിയാവും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അതുപോലെയാണ് എൻ്റെ അവസ്ഥ. ഇതെനിക്ക് എങ്ങനെയായാലും റെഡിയായി കിട്ടലില്ല. ഞാൻ അതുകൊണ്ട് അധികം ശ്രമിക്കാറുമില്ല. വേറെ എല്ലാം ഞാൻ നാസ്ത പെട്ടെന്ന് ഉണ്ടാക്കും. പക്ഷെ എനിക്ക് നെയ്പ്പത്തൽ അതുപോലെ തന്നെ ഈ മുട്ടയപ്പൊന്നും റെഡിയാവില്ല. ഞാൻ രണ്ടും കൽപ്പിച്ചാക്കി, ആവുന്നെങ്കിൽ ആവട്ടെ, അഥവാ ശരിയാകുന്നില്ലെങ്കിൽ ശരിയാവണ്ടെന്ന് വിചാരിച്ച ആ രീതിയിൽ ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പം പെർഫെക്റ്റായി കിട്ടിയെന്നൊന്നും പറയാൻ കഴിയില്ല. ഒരുവിധം നമുക്ക് വിശപ്പ് അടക്കാം, അത്രയേ പറയാൻ കഴിയൂ. ഈ മുട്ടയപ്പം റെഡിയായി കിട്ടണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം, എന്നാലേ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുമല്ലോ. അപ്പം എന്നെ നാണം കെടുത്താണ് ചെറുങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്, സമാധാനമായി. മക്കൾക്ക് രാവിലെ 9 മണിയാകുമ്പോൾ സ്കൂൾ വണ്ടിയും വരും. അതുപോലെ തന്നെ ഹോസ്പിറ്റലും പോകണം. ഹോസ്പിറ്റൽ അവിടെ പോയിട്ട് വേണം ടോക്കൺ എടുക്കണമെങ്കിൽ. അപ്പോൾ രാവിലെ പോയാലേ ടോക്കൺ കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരു 10 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ടോക്കൺ അവിടെ തീരുകയും ചെയ്യും. നമ്മളിപ്പോൾ ആദ്യം ചുടുമ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരില്ല. നമ്മളിത് ചുട്ടുകൊണ്ട് നിൽക്കുമ്പോൾ റെഡി ആയിട്ട് വരുമായിരിക്കും. അങ്ങനെ നാസ്തയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇതാ മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് വേഗം റെഡിയാക്കിയെന്ന്. അതിനിടയ്ക്ക് ഞാൻ നിലവും തുടക്കുന്നുണ്ട്. പടപട അടിച്ചു വാരൽ കഴിഞ്ഞ് നിലം തുടക്കൽ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വേണം. അല്ലെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിയൂല, ക്ഷീണമായിരിക്കും. പിന്നെ ഉള്ളിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് മിറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു കൊല്ലം അടിച്ചു വാരാത്ത പോലെയാണ്. അത്രയും നിലത്ത് ചപ്പുണ്ടാവും. അത് മാവുണ്ട്, ആ മാവ് തന്നെ ചപ്പ് പോവും. അപ്പോൾ രാവിലെയും വൈകുന്നേരം എന്തായാലും അടിച്ചു വാരണം, നിർബന്ധമാണ്. ഈ മിറ്റടിക്കലും അലക്കലൊക്കെ രാവിലെ കഴിയണം, അല്ലെങ്കിൽ പിന്നെ വേഗം വെയിൽ വരും. ഒരു 8 മണിയാകുമ്പോൾ തന്നെ വെയിലുദിക്കും. അപ്പോൾ ഒരു 7 മണി 7:30 ആകുമ്പോഴേക്ക് തന്നെ പുറത്തെ പണി തീർത്തിട്ടെങ്കിൽ പിന്നെ അത് വെയിൽ കൊണ്ട് മടി പിടിച്ചിരിക്കും പുറത്ത് ചെയ്യാണ്ട്. അങ്ങനെ വീടിൻ്റെ ചുറ്റുപാടെല്ലാം ക്ലീനാക്കിയതാ മക്കളെ സ്കൂളിലേക്ക് പോകാൻ റെഡിയാക്കുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം. വണ്ടിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവർ 9 മണിയാകുമ്പം വണ്ടി വരും ഇവരടുത്ത്. അപ്പോൾ തന്നെ ഞാനും നമുക്കുള്ള വണ്ടിയും ഏൽപ്പിച്ചിട്ടുണ്ട് 9 മണിക്കേക്ക് തന്നെ. അപ്പോൾ മക്കളെ വണ്ടി കയറ്റിയ തന്നെ നമ്മളും ഹോസ്പിറ്റലിലേക്ക് പോകും. ഈ സ്കൂളും മദ്രസും ഉണ്ടാകുമ്പം വല്ലാത്തൊരു തിരക്ക് തന്നെയാണ് രാവിലെ. അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഫ്രീ ആയി. പിന്നെ ഹോസ്പിറ്റലിൽ കൂടി പോകുന്നതുകൊണ്ടാണ് തിരക്കായത് രാവിലെ. നമ്മളിവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് തന്നെ പോകണം, ബസ്സൊന്നുമില്ല. അപ്പം ബസ് കയറണമെങ്കിൽ ടൗണിലേക്ക് പോകണം. പിന്നെ ഉമ്മാനെ കാണിക്കാനാണ് പോകുന്നത്. ഉമ്മ അങ്ങനെ ബസ്സിൽ കയറൂല, അതുകൊണ്ട് അങ്ങനത്തോളം ഓട്ടോറിക്ഷ പിടിച്ചിട്ട് തന്നെ പോകുന്നത്. അങ്ങനെ മക്കളെ സ്കൂൾ വണ്ടി വന്ന് അവരെ സ്കൂൾ വണ്ടിയിൽ കയറ്റിയാകുമ്പോൾ നമ്മളെ വണ്ടിയും വന്ന് നമ്മൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് പിന്നെ ഇതാ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകെ ഒരു ടെൻഷനാണ് അവിടെ എത്തുന്നവരെ. എന്നുവെച്ചാൽ ടോക്കൺ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പോയത് വെറുതെയാവും. പിന്നെ വൈകുന്നേരം പിന്നെ ടോക്കണിൽ 4 മണിക്ക് പിന്നെ ഡോക്ടർ ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ടോക്കൺ തരും. അതാണ് ഇത്ര രാവിലെ പോകാൻ ഇറങ്ങിയത്. അങ്ങനെ ഇതാ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലെത്തിയ പാടന്നെ ഞാൻ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് വേഗം പോയത്. ഓട്ടോക്കാരനോട് ഞാൻ പറഞ്ഞു ടോക്കൺ നോക്കട്ടെ. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഓട്ടോക്കാരനെ നിർത്തിക്കാൻ പറ്റുമല്ലോ. തിരക്കുണ്ടെങ്കിൽ അയാൾക്ക് പോയിക്കോ എന്ന് പറയാമല്ലോ. അങ്ങനെ ടോക്കൺ എടുത്ത് ടോക്കൺ കിട്ടിയത് 59 60 ടോക്കണേ ലാസ്റ്റ് ഇല്ലു. എന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാണ് 59. അങ്ങനെ ടോക്കണെല്ലാം എടുത്തിട്ടാകുമ്പം പിന്നെ ഷുഗറും എല്ലാം ടെസ്റ്റ് ചെയ്യാനുണ്ടായിന് രാവിലത്തത്. അങ്ങനെ നേരെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയി. ഡോക്ടർ 11 മണിയാകുമ്പോഴേ വരുമല്ലോ. അങ്ങനെ ഷുഗറെല്ലാം ടെസ്റ്റ് ചെയ്ത് പിന്നെ രാവിലെ ഒന്നും കുടിക്കാണ്ടാണ് ഉമ്മ വന്നത്. രാവിലത്തെ ഷുഗറാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതാ ഹോട്ടലിൽ കയറിയിട്ടാകുമ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ. രാവിലെ പോയി മക്കളെ അയക്കുന്ന തിരക്ക് കഴിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഇതാ ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ടയും കടലക്കറിയും അതുപോലെ തന്നെ നൂൽപുട്ടും കഴിച്ച്. ഏകദേശം ഇവിടുന്ന് പോകണമെങ്കിൽ ഒരു 2:30 മണി 3 മണി ഉറപ്പാണ്. എന്നുവെച്ചാൽ ഡോക്ടർ വന്നിട്ട് പോലും ഇല്ല, 11 മണി ആയിട്ടും. അപ്പം നമ്മൾ 59 ടോക്കന്. എന്തായാലും വൈകുന്നേരം ആവും, എന്തായാലും മക്കൾ വരാനാകുമ്പോഴൊക്കെ വീട്ടിലെത്തുമല്ലോ. ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞാൽ ഒരേ ഇരുത്തിരിക്കുമ്പോൾ ഒരു മടുപ്പ് വരും. അങ്ങനെ ഇരുന്ന് നേരം കൂട്ടി. പിന്നെ അങ്ങനെ അവിടെ ഇരുന്ന് ഒരു മടുപ്പായി. എന്തായാലും ഡോക്ടറെ കാണിക്കണമെങ്കിൽ 2 മണി 2:30 മണി എന്തായാലും ആവും. അപ്പോൾ അതുവരെ അവിടെ ഇരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് ഗാന്ധി പാർക്കുണ്ട് പയ്യന്നൂർ. അപ്പോൾ അങ്ങനെ ഗാന്ധി പാർക്കിലേക്ക് പോയി. ഏട്ടൻ്റെ വൈഫും ഉണ്ട് അതിൻ്റെ കൂടെ. ഓക്കും എന്തോ ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ടായിന്. അങ്ങനെ നമ്മൾ അതുവരെ ഡോക്ടറെ കാണിക്കാനാകുന്നവരെ നമ്മൾ ഗാന്ധി പാർക്കിലേക്ക് പോയി.
കണ്ണൂരിലെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഗാന്ധി പാർക്കിനെ കുറിച്ചിട്ട്. പയ്യന്നൂർ നഗരത്തിലെ പ്രധാന ഒരു കേന്ദ്രമാണ് ഗാന്ധി പാർക്ക്. അതുപോലെ തന്നെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും വിശ്രമിക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനും വരുന്ന ഒരു പ്രധാന സ്ഥലമാണ് ഗാന്ധി പാർക്ക്. മാത്രമല്ല ഫാമിലി ആയിട്ട് ചെലവഴിക്കാനും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം എല്ലാം അവിടെയുണ്ട്. അവിടെ പോയിട്ടിരിക്കുമ്പോൾ പ്രത്യേക ഒരു വൈബാണ്. നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും വരൂല. നല്ലൊരു എന്താണ് നമുക്ക് അഥവാ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്നാൽ തന്നെ ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടും. നമുക്ക് ഏത് സമയം പോയിട്ട് അവിടെ ഇരിക്കാം. രാവിലെയോ ഉച്ചക്കോ വൈകുന്നേരം. ഉച്ചക്കൊന്നും പോയാൽ വെയിലേ ഉണ്ടാവൂല. ചുറ്റും മരങ്ങളാണ്. അതിൻ്റെ തണലും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു തണുപ്പും ഉണ്ട് അവിടെ. ഈ കഥകൾ എഴുതുന്നവരും കവിത എഴുതുന്നവർക്കെല്ലാം പ്രത്യേകം ഇരിക്കാൻ പറ്റിയ ഒരിടമാണ് ഗാന്ധി പാർക്ക്. എന്തായാലും ഹോസ്പിറ്റലിൽ വന്നാൽ ഒരു ദിവസം കണക്ക് തന്നെയാണ്. നല്ല തിരക്കുള്ള ഡോക്ടറെ അടുത്ത് വന്നാൽ. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം വന്നാൽ നേരം പോകുന്നത് അറിയുകയേ ചെയ്യില്ല. അങ്ങനെ അവിടെ ഇരുന്നിട്ട് സമയം ഇപ്പോൾ 2 മണിയാവാനായി. ഏതായാലും ഫുഡെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മളിതാ അവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, നിങ്ങൾ ഹോസ്പിറ്റലിലേക്കാണോ പോയത് അതോ ഫുഡ് കഴിക്കാനാണോ പോയതെന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ നമ്മൾ എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കാനായിട്ട് എന്തായാലും പുറത്ത് പോകില്ല. അപ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതായാലും ഒന്ന് ഫുഡ് കഴിച്ചിട്ട് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ബിരിയാണിക്കാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി കിട്ടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിന്. അതുവരെ നമ്മ ഇങ്ങനെ സംസാരിച്ച നേരം കൂട്ടി നമ്മ വലിയ വലിയ റെസ്റ്റോറൻറ്റിലെല്ലാം കയറിയാൽ ഇത് തന്നെ കുഴപ്പം. നമ്മ ഓർഡർ ചെയ്താൽ പെട്ടെന്നൊന്നും കിട്ടൂല. എനിക്ക് വിശപ്പിൻ്റെ അസുഖം ഉള്ളത് കൊണ്ടാണോന്ന് അറിയില്ല, ബിരിയാണി കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ കുറേ ദിവസമായി ബിരിയാണി കഴിക്കണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ബിരിയാണി തന്നെയാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ സ്പീഡിൽ കഴിച്ചിട്ട് ഇതാ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണം. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ടോക്കൺ കഴിഞ്ഞ് ഡോക്ടറെ വഴിക്ക് പോവും. അതിന് മുമ്പേ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും എത്തണം. ഹോസ്പിറ്റലിൽ എത്തുമ്പം കറക്റ്റ് ടൈമിൽ എത്തിയോണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പോയിട്ടുണ്ടാവും. അടുത്ത ടോക്കനാണ് നമ്മളത്. അങ്ങനെ ഇതാ പിന്നെ ഉമ്മാനെ കാണിച്ചിട്ട് വീണ്ടും പുറത്തിറങ്ങി. ഡോക്ടറെ കാണിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിന്. അങ്ങനെ കുറച്ച് സാധനമെല്ലാം വാങ്ങി. അങ്ങനെ ഞാൻ വാങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം വീഡിയോൻ്റെ കുറേ ലെങ്ത്ത് കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ആ സാധനമൊക്കെ വാങ്ങിയിട്ട് ഇതാ ഒരു കൂൾ ബാർ കയറിയിട്ട് ഒരു ഷേക്ക് വാങ്ങിയിട്ട് എല്ലാവരും കുറച്ച് കുറച്ചായിട്ട് കുടിച്ച് ഒന്നേ വേണ്ടു. സാധനമെല്ലാം വാങ്ങി കഴിയുമ്പോഴേക്കും നല്ല ദാഹം ഉണ്ടായിന്. അപ്പം ലൈം കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ ഏതായാലും ഷേക്ക് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു ഷേക്ക് വാങ്ങിയിട്ട് ഒരു ഷേക്ക് തന്നെ തെച്ചും കുടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് കുറച്ചായിട്ട് കുടിച്ച്. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങണം. അങ്ങനെ കുറച്ച് പലഹാരം മക്കൾക്ക് വാങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കലും സാധനം വാങ്ങലും എല്ലാം ആകുമ്പോഴേക്ക് ടൈം 4 മണിയായി. 4:45 ആകുമ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തും. അപ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തണം. അങ്ങനെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ആദ്യം വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അള്ളാ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ.